ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്ക്. സോ ഒരു 10-12 ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം ആയിരുന്നു. എക്സാംസ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത എക്സാംസ് തന്നെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. എല്ലാവരും ചോദിക്കും പി എസ് സിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുമോ, ഇപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഓഫ് കോഴ്സ് കൊണ്ടുപോകാൻ പറ്റും. കാരണം ആ ഒരു എക്സാം സമയത്ത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. പി എസ് സി നമുക്ക് ഫുൾ ടൈം നമുക്ക് അതിന് കൊടുക്കണം. പക്ഷെ ഇപ്പോൾ ഡിഗ്രി ആണെച്ചാലും പി ജി ആണെച്ചാലും അതിൻ്റെ എക്സാംസ് ഈ 6 മാസം കൂടുമ്പോഴാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു യൂസ്ഫുൾ ആണ്. നമുക്ക് വേണ്ട എക്സാം മാത്രം നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഇഗ്നോയിലാണ് എടുത്തിട്ടുള്ളത്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 6 മാസം എത്ര എക്സാം എഴുതണോ അത് 3 എണ്ണം വേണമെങ്കിൽ 3 എണ്ണം എഴുതാം, ഇല്ല 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണം എഴുതാം, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ എക്സാംസ് ഒക്കെ നമുക്ക് പി എസ് സിയുടെ എക്സാം മുന്നിൽ വരുന്നത് കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ബുക്സിൻ്റെ എക്സാംസിൻ്റെ എണ്ണം കുറയ്ക്കാം, ഇല്ലെങ്കിൽ കൂട്ടാം, എങ്ങനെ വേണമെച്ചാലും ചെയ്യാം. ഒരു ഇത്ര വർഷമുണ്ട്, അതിനുള്ളിൽ നമ്മൾ ഡിഗ്രി തീർക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നിയപ്പോൾ ഒരു 5 എക്സാം, എനിക്ക് 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, 5 എക്സാം ഞാൻ എഴുതിയിട്ട് വന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പി എസ് സി ഫുള്ള് പെൻഡിങ് ആയി. ഒരു മാസം കഷ്ടിച്ച് പറയാം, എനിക്ക് 18-ാം തീയതി ജൂൺ 18-ാം തീയതി ആയിരുന്നു എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നാണ് പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കണത്. ആദ്യം തന്നെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്, ബുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ തന്നെ ആയിരുന്നു, ഡിഗ്രീൻ്റെ ബുക്സ് ആയിരുന്നു ഫുള്ള് ടേബിളിൽ, അതൊക്കെ മാറ്റി ബുക്കൊക്കെ ആദ്യം വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇരുന്നത്. പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ പി എസ് സി ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങണ പോലെ ആയിരിക്കും. കാരണം മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, മാത്സ് ടച്ച് വിടും ഫുള്ള്. സീരിയസ് ആയി പറയണം, ഫുള്ള് ടച്ച് വിടും, ഒന്നേന്ന് തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സിനാണ് തുടങ്ങിയത്. കറണ്ട് അഫയേഴ്സ് നമ്മുടെ സൈലന്റ് പി എസ് സിയുടെ ഒരു മണിക്കൂറിന് മേലത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ തന്നെ തുടങ്ങി. കാരണം അതിൽ കുറച്ച് ടോപ്പിക് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാൻ കുറച്ച് ക്ലാസ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ തുടങ്ങി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പി എസ് സി ബുള്ളറ്റിന് ഞാൻ 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് കഴിഞ്ഞു. ഇനി ഒരു 6 മാസത്തേക്ക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ വരുമ്പോൾ അതിൻ്റെ ഞാനൊരു ക്ലാസ് ആക്കിയിട്ട് ചെയ്യാം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലാസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജനുവരി തൊട്ടിട്ട്, എൻ്റെ അടുത്ത് തോന്നുന്നു ഡിസംബർ തൊട്ടിട്ടുള്ളതാണ് തോന്നുന്നത്, പക്ഷെ ഞാൻ ജനുവരി തൊട്ടിട്ടുള്ള ഞാൻ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിന് റെക്കോർഡിങ്, ഇപ്പോൾ എൻ്റെ ഈ സൗണ്ട് തന്നെ റെക്കോർഡിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. എനിക്ക് എൻ്റെ സമയം ഒഴിവുപോലെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്കും എന്തോ ഒരു ഇത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എല്ലാവിടെയും മഴയാണ്. നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? സുഖമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. നല്ല മഴയാണ് എല്ലാവിടെയും. പാലക്കാടാണെങ്കിൽ നല്ല മഴ, നല്ല മഴ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അപ്പം മഴ പെയ്യും, പിന്നെയും കട്ട് ചെയ്യും, പിന്നെയും വോയിസ് കൊടുക്കും, പിന്നെ കട്ട് ചെയ്യും. പിന്നെ വോയിസ് കൊടുക്കാൻ ഇരുന്ന സമയത്ത് തന്നെ റെക്കോർഡറും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അതായത് ലൈവിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലൈവിൽ വരാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ വി എഫ് എക്ക് വേണ്ടിയിട്ട് ടൈം ടേബിൾ ഇട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഉദാഹരണത്തിന് ബയോളജി, വേണ്ട, ഭരണഘടന എന്നൊരു ടോപ്പിക്ക് എടുക്കുകയാണ്. എനിക്ക് ഭരണഘടന അത്ര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഞാൻ എന്ത് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാലും ഭരണഘടന എടുക്കണത്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഭരണഘടന നിർമ്മാണ സമിതി, നമ്മൾ തുടക്കം, ഭരണഘടന ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ആ ലൈവിൽ ഫുൾ ഡിസ്കഷൻ ആയിരിക്കും. ഞാൻ പറയും, നിങ്ങളതിൽ ഉത്തരം ആൻസർ ആയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്കതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം കമ്പൈൻ സ്റ്റഡി പോലെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നേ വരെ ലൈവിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ലൈവ് അല്ലേ, അപ്പോൾ ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യണ പോലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് വേറെ സബ്ജക്റ്റിൽ നിന്ന്, ഇപ്പോൾ ബയോളജിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കാം, എങ്ങനെ വേണമെച്ചാലും ചെയ്യാം. എൻ സി ആർ ടി എടുക്കാം, എൻ സി ആർ ടി എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഡിസ്കഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ പറയും, ഒന്നല്ലെങ്കിൽ ആൻസർ പറയാം, അല്ലെങ്കിൽ ആൻസർ ഞാൻ തന്നെ പറയും. അതിലുള്ള ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ചോദിക്കാം, ആദ്യ പ്രസിഡന്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അധ്യക്ഷൻ ആരായിരുന്നു, അതൊക്കെ ചോദിക്കാം. അപ്പോൾ അതിന് ആൻസർ നിങ്ങൾ ലൈവ് ആയതുകൊണ്ട് അപ്പം തന്നെ ടൈപ്പ് ചെയ്തിടാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതൊരു ഇൻട്രസ്റ്റ് ആയ ഒരു കാര്യമായിരിക്കും. കൂടുതലായിട്ടും നമുക്ക് മനസ്സിൽ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിലും ചോദിക്കാം, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ, തിങ്കളാഴ്ച ആയിരിക്കും മാക്സിമം
ഒരു 4 മണിക്ക്, തിങ്കളാഴ്ച 4 മണിക്ക്. ഇനിയിപ്പോൾ സമയം നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങളുടെ എത്രത്തോളം കമന്റ് വരുന്നുണ്ടോ ഞാൻ അതിനനുസരിച്ചിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. ഞാൻ ഇപ്പോൾ ടെലിഗ്രാം ചാനൽ ഞാൻ പറഞ്ഞു നോക്കാം. പിള്ളേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ASMന്റെ എക്സാം ഒക്കെ അടുത്ത് വരുന്നതായതുകൊണ്ട് ഉപകാരമായിരിക്കും. എനിക്ക് തോന്നി ജസ്റ്റ് അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചു. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെന്താ, കറണ്ട് അഫയേഴ്സ് ഫുള്ള് പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസത്തെ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് ജസ്റ്റ് ഇടയ്ക്ക് ഞാൻ നോക്കണ സമയത്ത് സൈലത്തിൻ്റെയും എൻട്രിൻ്റെയും യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എപ്പോഴും അവർ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഞാൻ അതിലാണ് കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിക്കുക. പിന്നെ ടെലിഗ്രാം ചാനലിൽ പോകും. അതിൽ പത്രവാർത്തകളുണ്ട്. അങ്ങനെ കുറച്ച് ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് നോക്കുക ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു മാസം എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ആദ്യം അതൊന്നിന്ന് തുടങ്ങണം. പിന്നെ ടൈം ടേബിൾ ഇനിയിപ്പോൾ ഒരു തിങ്കളാഴ്ച തൊട്ടിട്ട് നമുക്ക് തുടങ്ങണം. അപ്പോൾ ഇന്നും ഇന്നലെയും നാളെയും റിവിഷനാണ്. തുടങ്ങുന്ന സമയത്ത് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അതിൽ ഇടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു 2-3 പേര് മാത്രമാണ് മാർക്ക് കമൻറ്റ് ചെയ്യാറുള്ളൂ. അവർക്ക് അത്യാവശ്യം മാർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് കൃത്യമായി ഒരു 1.5 മണിക്കൂർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ആ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ഏതെങ്കിലും, നമുക്ക് എന്തായാലും 1.5 മണിക്കൂർ ആയിരിക്കുമല്ലോ എക്സാം. ആ 1.5 മണിക്കൂർ കറക്റ്റ് നിങ്ങൾ ടൈം വെച്ചിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നെഗറ്റീവ് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് വേണം മാർക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും, വായിച്ചു നോക്കാനും സമയം ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്. കൃത്യമായ ഒരു ടൈമർ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഷുവറാണ് നമുക്കൊരു 5 മാർക്കിൻ്റെ മേലെ സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫസ്റ്റ് എക്സാം CPO ആയിരുന്നു. WCPയുടെ എക്സാം സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ട് തരുമായിരുന്നു. ആ സമയത്ത് ഞാൻ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിൽ നിന്നായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ളതിനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. പിന്നെ SCRT എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പുതിയതായിട്ട് ചോദിക്കുകയുള്ളൂ. നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അത് ഡെയിലി വർക്കൗട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ വേണമെന്നില്ല, ഒക്കപ്സ് വീഡിയോയിൽ ഇടുന്നുണ്ട്. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ്. അതിൽ കയറിയിട്ട് നിങ്ങൾ എപ്പോഴും 2 മണിക്ക് കയറി എക്സാം അറ്റൻഡ് ചെയ്യുക. അതിനനുസരിച്ച് മാർക്കൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക. ഓക്കെ. അപ്പം എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ കറണ്ട് അഫയേഴ്സ് അതുപോലെ നമ്മുടെ പേപ്പർ കട്ടിംഗ് ഇല്ലേ, ന്യൂസ് പേപ്പർ കട്ടിങ്ങിൻ്റെ ഒക്കെ ഞാൻ അതിലിടുന്നുണ്ട്. നിങ്ങൾ അത് നോക്കി പഠിക്കാൻ. ഇനി കുറേ അതായത് ലാബാസിൻ്റെ എക്സാമിനൊക്കെ അതിന് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ടൈം അതിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്. ആ കൊടുത്തതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിനുള്ള കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 42-43 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡെയിലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എക്സാം ഉള്ള സമയത്ത് മാത്രം ഞാൻ ടൈം ടേബിൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് പെൻഡിങ് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ ആ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞു, ഞാൻ ഫ്രീ ആയി. ഇനി എനിക്ക് അടുത്ത ഡിസംബറിലേ ഉള്ളൂ എക്സാം ഉള്ളത്. അപ്പോൾ അതുവരയ്ക്ക് ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു ASMന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മുന്നേ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞു. ഇനി VFAക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം എനിക്ക് ASMന് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും പെൻഡിങ് വന്നു. ഇനി ഞാൻ ഒന്നേന്ന് തുടങ്ങണം. പക്ഷെ എന്നാലും മാക്സിമം എനിക്ക് പറ്റാവുന്നത്ര ഞാൻ അതിന് എഫേർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന VFA ആണ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നന്നായി പരിശ്രമിച്ചിട്ട് തന്നെ VFA നേടും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അത് നേടിയിരിക്കും. അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു ഹെൽപ്പ് എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുന്നോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ലൈവിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഇട്ടാൽ മാത്രമാണ് ഞാനത് ലൈവിൽ വരുള്ളൂ കേട്ടോ. കാരണം ഡിസ്കഷനാണ്, കമ്പൈൻ സ്റ്റഡി പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, പറയാണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇതുവരെ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ.